അറബിക്കടലിലെ തിരമാലകൾക്ക് മുകളിൽ അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ കാവൽ നിൽക്കുമ്പോഴും അവരുടെ ഉറക്കം കെടുത്തുന്നത് ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതികവിദ്യയാണ്. കഴിഞ്ഞ ദിവസം യുഎസ്എസ് എബ്രഹാം ലിങ്കന് സമീപമെത്തിയ ഷഹേദ് 139 ഡ്രോണിനെ അമേരിക്ക വെടിവച്ചിട്ടുവെന്ന വാദമുയരുമ്പോൾ അത് ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നത് ഒന്നേയുള്ളൂ: ലോകത്തെ വൻ ശക്തികളെപ്പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ഇറാന്റെ സൈനിക മുന്നേറ്റം. ദശകങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങളെയും സമ്മർദ്ദങ്ങളെയും തരിപ്പണമാക്കി പൂർണ്ണമായും തദ്ദേശീയമായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ നിശബ്ദ പോരാളികൾ ഇന്ന് പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി ഇന്നീ ഡ്രോണുകൾ ആഗോളതലത്തിൽ തന്നെ ചർച്ചയാവുന്നു. ഇറാന്റെ ഡ്രോൺ ശക്തി ചർച്ച ചെയ്യുമ്പോൾ ആദ്യമുയർന്നുവരുന്നത് ഷഹേദ് പരമ്പരയാണ്. ഷഹേദ് 136 പോലുള്ള ഡ്രോണുകൾ കാമിക്കേസ് അല്ലെങ്കിൽ വൺ വേ അറ്റാക്ക് ഡ്രോൺ എന്ന പേരിലാണ് ലോകമറിയുന്നത്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാനാവുന്നതും ദീർഘദൂരത്തേക്ക് പറക്കാനാവുന്നതും ഒരേ സമയം നിരവധി എണ്ണം വിന്യസിച്ച് പ്രതിരോധ സംവിധാനങ്ങളെ സാച്ചുറേഷൻ ആക്രമണത്തിലൂടെ തളർത്താനാവുന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. ഇറാനെ സംബന്ധിച്ച് ഇത് വളരെ വലിയ നേട്ടമാണ്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾക്കുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ സംവിധാനങ്ങളും പോലെ വൻ ചെലവുള്ള ആയുധങ്ങളുമായി മത്സരിക്കേണ്ട സാഹചര്യം അവർക്കില്ല. പകരം കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന സാങ്കേതികവിദ്യകൾ വികസിപ്പിച്ചെടുക്കുകയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സാമ്പത്തികമായി ഉപരോധം നേരിടുന്ന രാജ്യത്തിന്റെ തന്ത്രപരമായ ബുദ്ധിമുട്ടില്ലാത്ത തീരുമാനമായി കണക്കാക്കാവുന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദമായ ഷഹേദ് 139 ഡ്രോണിന്റെ പ്രാധാന്യമുയരുന്നത്. മുൻ പതിപ്പുകളേക്കാൾ മെച്ചപ്പെട്ട ശ്രേണിയും ദൈർഘ്യമേറിയ പറക്കൽ ശേഷിയുമുള്ള മോഡലായാണ് ഷഹേദ് 139നെ വിലയിരുത്തുന്നത്. ഇത് നിരീക്ഷണത്തിനും ലക്ഷ്യനിർണയത്തിനും ഉപയോഗിക്കപ്പെടുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അമേരിക്ക ഉദ്യോഗസ്ഥർ ഈ ഡ്രോൺ അപ്രതീക്ഷിതമായി സമീപിച്ചുവെന്നാണ് പറയുന്നത്. എന്നാൽ അറബിക്കടൽ പോലുള്ള മേഖലയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ തന്നെ ഇറാനെ സംബന്ധിച്ച് സ്ഥിരം ഭീഷണിയാണ്. ഒരു വിദേശ ശക്തിയുടെ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ അതിർത്തിക്ക് സമീപം സ്ഥിരമായി നിലനിൽക്കുമ്പോൾ അതിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമായ പ്രതിരോധ തന്ത്രമാണ്. ഇത് ആക്രമണ ഉദ്ദേശമെന്ന രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടും കാണാവുന്നതാണ്. ഇറാന്റെ UAV വികസനത്തിന്റെ മറ്റൊരു പ്രധാന അടയാളമാണ് ഷഹേദ് 129 പോലുള്ള വലിയ ഡ്രോണുകൾ. ഏകദേശം 24 മണിക്കൂർ വരെ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന ദീർഘദൂരശേഷിയുള്ള ഈ മോഡലുകൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടത്തരം ഉയരത്തിലുള്ള നിരീക്ഷണ ഡ്രോണുകളുമായി താരതമ്യപ്പെടുത്താവുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ ഇറാൻ വ്യക്തമാക്കുന്നത് അവർക്ക് വെറും ലോയിറ്ററിംഗ് ഡ്രോണുകൾ മാത്രമല്ല, സുസ്ഥിരമായ നിരീക്ഷണ ആക്രമണശേഷിയും കൈവശമുണ്ടെന്നാണ്. ഒരു കാലത്ത് പൂർണ്ണമായും പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഈ സാങ്കേതിക മേഖലയിലേക്ക് ഇറാൻ കടന്നുവരിക എന്നത് തന്നെ വലിയൊരു സൈനിക മുന്നേറ്റമാണ്. ഷഹേദ് പരമ്പരയ്ക്ക് പുറമെ മൊഹാജർ ഡ്രോണുകളും ഇറാന്റെ ശക്തിയുടെ അടിത്തറയാണ്. മൊഹാജർ 2, മൊഹാജർ 4 പോലുള്ള പഴയ മോഡലുകൾ ആദ്യം രഹസ്യാന്വേഷണത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് മൊഹാജർ 6, മൊഹാജർ 10 പോലുള്ള പുതുമുഖങ്ങൾ ഗൈഡഡ് ആയുധങ്ങൾ വഹിക്കാനും ദീർഘദൂര നിരീക്ഷണവും ആക്രമണവും നടത്താനും കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചു. പ്രത്യേകിച്ച് മൊഹാജർ 10 പോലുള്ള മോഡലുകൾ ഇറാന്റെ ഡ്രോൺ വ്യവസായം അടുത്ത തലത്തിൽ കടന്നുവന്നതിന്റെ തെളിവാണ്. ഈ ഡ്രോണുകൾ ഒരു രാജ്യത്തിനു വേണ്ടുന്ന സ്ഥിരമായ നിരീക്ഷണ സംവിധാനവും അതിന്റെ സുരക്ഷാ ബഹിരാകാശ കവചവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇറാന്റെ സൈനിക നവീകരണത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമുദാഹരണമാണ് കമാൻഡ് 22 പോലുള്ള വലുതും ദീർഘദൂരവുമായ യുദ്ധഡ്രോണുകൾ. US പ്രെഡേറ്റർ, റീപ്പർ ഡ്രോണുകളോട് സാമ്യമുള്ള ഈ മോഡലുകൾ പാശ്ചാത്യ സാങ്കേതികവിദ്യയുടെ ഏകാധിപത്യം തകർക്കാൻ ഇറാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ്. അതേസമയം ഹദീദ് 110 പോലുള്ള ജെറ്റ് പവർ ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സാങ്കേതികവിദ്യകളെല്ലാം ഇറാൻ പഴയ രീതിയിലുള്ള സൈനിക ശക്തി മാത്രമല്ല, ആധുനിക അസമാന യുദ്ധരീതികൾക്കും തയ്യാറായ രാജ്യമാണ് എന്ന സന്ദേശം നൽകുന്നു. അരാഷ് 2 പോലുള്ള വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ ഇറാന്റെ ദീർഘദൂര ആക്രമണശേഷിയുടെ ഭാഗമാണ്. ഇറാന്റെ വാദപ്രകാരം ഇവയ്ക്ക് ശത്രുക്കളുടെ ഉയർന്ന മൂല്യമുള്ള സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടാൻ കഴിയുമെന്നാണ് അവകാശവാദം. പാശ്ചാത്യ ലോകം ഇതിനെ ഭീഷണിയായി ചിത്രീകരിക്കുമ്പോൾ ഇറാൻ ഇതിനെ പ്രതിരോധ തടയൽ ശക്തിയെന്ന നിലയിലാണ് കാണുന്നത്. കാരണം അമേരിക്ക പോലുള്ള ശക്തികൾക്ക് ഇറാനെ ആക്രമിക്കാൻ തുനിയുമ്പോൾ തിരിച്ചടി നൽകാൻ കഴിയുന്ന ശേഷിയാണ് ഒരു രാജ്യത്തെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ടുതന്നെ ഇറാന്റെ ഡ്രോൺ പദ്ധതിയെ വെറും ആക്രമണ സാങ്കേതികവിദ്യയായി മാത്രം കാണുന്നത് അപൂർണമായ സമീപനമാണ്. ഇറാൻ സ്റ്റെൽത്ത് സ്റ്റൈൽ ഡ്രോണുകളിലേക്ക് കടന്നിട്ടുണ്ട് എന്നത് അവരുടെ പ്രതിരോധ വളർച്ചയുടെ മറ്റൊരു പ്രധാന ഘടകമാണ്.
സെയ്ഗെ പോലുള്ള ഡ്രോണുകൾ അമേരിക്കൻ സാങ്കേതികവിദ്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെന്നും റഡാർ കണ്ടെത്തൽ കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തതാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഉപരോധങ്ങളും സാങ്കേതിക നിയന്ത്രണങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു സ്റ്റെൽത്ത് കഴിവുള്ള ഡ്രോൺ വികസിപ്പിക്കാൻ കഴിയുന്നത് തന്നെ ഇറാന്റെ പ്രതിരോധ വ്യവസായ ശേഷിയുടെ തെളിവാണ്. അതായത്, ഉപരോധം ഇറാനെ തകർക്കുകയല്ല, മറിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് കൂടുതൽ ശക്തമായി തള്ളിവിടുകയാണ് എന്ന വാദം ഇവിടെ ശരിവയ്ക്കപ്പെടുന്നു. ഇപ്പോഴത്തെ അമേരിക്ക-ഇറാൻ ഡ്രോൺ സംഭവം ഒരൊറ്റ സംഭവമായി മാത്രം കാണാൻ കഴിയില്ല. പശ്ചിമേഷ്യയിലെ ശക്തിമത്സരത്തിന്റെ വലിയ പശ്ചാത്തലത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. അമേരിക്ക ദശകങ്ങളായി ഈ മേഖലയിൽ യുദ്ധക്കപ്പലുകളും സൈനിക താവളങ്ങളും നിലനിർത്തുകയാണ്. അതേസമയം ഇറാൻ സ്വന്തം അതിർത്തികളിൽ സ്ഥിരം ഭീഷണി അനുഭവിക്കുന്ന രാജ്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഡ്രോണുകൾ പോലുള്ള കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നത് ഇറാന്റെ അവകാശപ്പെട്ട പ്രതിരോധാവകാശമെന്ന നിലയിൽ കാണാം. ഒരു രാജ്യത്തിന്റെ സുരക്ഷയുറപ്പാക്കാൻ അതിന്റെ സൈനിക സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അതിനെ കുറ്റകരമായി ചിത്രീകരിക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെ ഭാഗമായിട്ടും കാണാവുന്നതാണ്. ഇറാന്റെ ഡ്രോൺ വികസനം ഒരേ സമയം രാഷ്ട്രീയ സന്ദേശവും സൈനിക തന്ത്രവുമാണ്. നമ്മൾ ഉപരോധങ്ങൾക്കിടയിലും തകർന്നിട്ടില്ല എന്നതാണ് ഇറാൻ ലോകത്തോട് പറയുന്നത്. ഒരു കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്ന ഇറാൻ ഇന്ന് സ്വന്തം സൈനിക വ്യവസായം വളർത്തി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. അതിനാൽ ഇത് വെറുമൊരു സൈനിക സംഭവം മാത്രമല്ല, ഇതൊരു സ്വയം പര്യാപ്തതയുടെ പ്രതീകമാണ്. അതുകൊണ്ടുതന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് സമീപം ഡ്രോൺ എത്തിയത് ഭീഷണിയായി മാത്രമല്ല, നിരീക്ഷണ മുന്നറിയിപ്പ് എന്ന രീതിയിലും വായിക്കാവുന്നതാണ്. അറബിക്കടലിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്നതാണ്. കാരണം ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും മേഖലയിൽ സ്ഥിരമായി നിലനിൽക്കുന്നത് തന്നെ യുദ്ധഭീഷണി ഉയർത്തുന്നു. അതേസമയം ഇറാൻ പോലുള്ള രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയുറപ്പാക്കാൻ പുതിയ സാങ്കേതികവിദ്യകൾ വിന്യസിക്കുമ്പോൾ അത് സംഘർഷം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് അമേരിക്കയും സഖ്യസർക്കാരുകളും പ്രചരിപ്പിക്കുന്നത്. യാഥാർത്ഥ്യമെന്നാൽ ഈ മേഖലയിലെ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നത് ഒരൊറ്റ രാജ്യത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, മറിച്ച് വിദേശ ശക്തികളുടെ സ്ഥിരം സൈനിക സാന്നിധ്യവും ഇടപെടലുകളും കൂടിയാണ്. ഇറാന്റെ ഡ്രോൺ ശക്തിയെപ്പറ്റിയുള്ള ചർച്ചകൾ ഇനിയും ശക്തമാകും. കാരണം ഡ്രോണുകൾ ഇന്നത്തെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിയിരിക്കുന്നു. ചെലവ് കുറഞ്ഞതും വിന്യാസം എളുപ്പമുള്ള UAV സാങ്കേതികവിദ്യകൾ വലിയ സൈനിക ശക്തികളെയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഇറാൻ അതിൽ മുന്നേറുകയാണ്. അതിനാൽ തന്നെ ഈ സംഭവത്തെ കേവലം ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന വാർത്തയായി മാത്രം കാണാതെ പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യത്തിൽ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധ തടയൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തേണ്ടത്. ഇറാന്റെ ഡ്രോൺ വികസനത്തെ പൂർണ്ണമായും നെഗറ്റീവായി ചിത്രീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യങ്ങളെ മറികടക്കുന്നതാണ്. ഉപരോധങ്ങൾക്കിടയിലും സാങ്കേതിക നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാൻ സ്വയം വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ നാടിന് സുരക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന വാദം ശക്തമാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിരം ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് സ്വന്തം സുരക്ഷയുറപ്പാക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരമല്ല, മറിച്ച് അത് അവകാശപ്പെട്ട സ്വാഭാവിക നടപടി തന്നെയാണ്. അമേരിക്ക പോലുള്ള ശക്തികൾക്ക് അവരുടെ സൈനിക സാന്നിധ്യം ന്യായീകരിക്കാൻ കഴിയുമ്പോൾ ഇറാൻ പോലൊരു രാജ്യത്തിന് സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നത് നീതിയില്ലാത്ത അന്താരാഷ്ട്ര സമീപനമായി മാത്രമേ വിലയിരുത്താനാവൂ.